ഹലോ വെൽക്കം ടു ലിവിങ് ഡിജിറ്റൽ. AI പ്ലസ് പൾസ് പുതിയതായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫോണാണ്. 4999 ആയിരുന്നു ഇതിന്റെ പ്രൈസ്. ഇത്രയും ചെറിയ പ്രൈസിന് ഇങ്ങനെ കോൺഫിഗറേഷൻസ് ഉള്ള ഒരു ഫോൺ കിട്ടുക ഇക്കാലത്ത് പ്രയാസകരമാണ്. സോ റിയൽമിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മാധവ് സേത്ത്, അദ്ദേഹം ഇപ്പോൾ ഹോണറിലാണ് ഉള്ളത്. കൂടെ തന്നെ ആൽക്കാടെലിന്റെ ഒരു ടെക് അഡ്വൈസറും കൂടിയാണ്. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങൾ വഹിക്കുന്ന മാധവ് സേത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ് AI പ്ലസ്. സോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 4999 ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇത് ഫസ്റ്റിലെ ഒരു ബാച്ചാണ് ആ ഒരു പ്രൈസിന് കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇപ്പോൾ പ്രൈസ് നോക്കുമ്പോൾ 5999 കാണിക്കുന്നുണ്ട്. സോ 4999 ഇനീഷ്യലി ഒരു 3-4 ഡേയ്സ് ബിഫോർ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാട്ടോ. ഇതിന്റെ തന്നെ ഒരു 5G ഉള്ള വേരിയന്റ്, ഇത് 5G ഇല്ല, 5G ഉള്ള വേരിയന്റ് ഉണ്ട്. അതിന് 7999 ആണ് പ്രൈസ് വരുന്നത്. സോ ഞാനത് ഓൾറെഡി ഇവിടെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഉണ്ട്, വലിയൊരു ഫോണ്, ജസ്റ്റ് 4999. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡൊക്കെ ഉണ്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ കൂടെ പിന്നെ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിക്കാം. ഒന്ന് ഇതാ ഫോണിന്റെ കൂടെ തന്നെ പൗച്ച് ഉണ്ട്, പിന്നെ ചെറിയൊരു സ്ക്രീൻ ഗാർഡ് ഉണ്ട്. പിന്നെ ഇതില് പിന്നെയുള്ള സാധനങ്ങൾ നോക്കാം. ഒരു ചാർജറും കേബിളും. ഇത് 10, പിന്നെ സിം ഇജക്ടർ ടൂളും. 10 വാട്ട്സിന്റെ ചാർജറാണ്, 10 വാട്ട്സിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതായത് ഒരു നോർമലി ബേസിക് ആയിട്ടുള്ള ഒരു ചാർജർ. 5 അല്ല 10 കൊടുക്കുന്നുണ്ട്. ചില ഫോണുകളിൽ സ്റ്റിൽ ഏറ്റവും ചെറിയ വില കുറഞ്ഞ ഫോണുകളൊക്കെ സ്റ്റിൽ 5 കിട്ടുന്ന ഫോണുകളും ഉണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് ഞാൻ ഐടെലിന്റെ ഒരെണ്ണം കുറച്ച് നാൾ മുന്നേ അതേപോലെ വെറുതെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതില് 5 കൊടുക്കും. അപ്പോൾ ഇത് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് വെച്ചാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, സംഭവം ഫാസ്റ്റ് ആണ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇനീഷ്യലി ചെയ്തപ്പോൾ ഒരു ഇത്തിരി ഡിലേ വന്നു വെച്ചാൽ, ഞാൻ ഒരു ഫിംഗർ പ്രിന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളെ ഫിംഗേഴ്സ് മാറി മാറി വെക്കും. ഈ ഫിംഗർ വെക്കും, ഈ ഫിംഗർ വെക്കും, ഈ ഫിംഗർ വെക്കും. അപ്പൊ ഒറ്റ ഫിംഗറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടാലും ഓൺ ആവില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ്. ഇത് ഞാൻ വാൾപേപ്പർ മാറ്റിയതാണ്. ഞാൻ ഇതിനൊരു സോണി എറിക്സന്റെ ലുക്ക് കൊടുത്തതാണ് കേട്ടോ. കുറച്ചുകൂടി അടുത്ത് വെച്ചിട്ട് കാണിക്കാം. അതാ ഇങ്ങനെയാണ് ഇതിന്റെ. ഇതൊരു ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ട് വരുന്ന ഒരു ഫോണാണ്. ആപ്പ് ഡ്രോവർ ഒക്കെ സാധാരണ പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഞാനിതിൽ ജസ്റ്റ് ഒരു സോണി എറിക്സന്റെ ഒരു വാൾപേപ്പറും തീംസ് ഒക്കെ കൊടുത്തു എന്നുള്ളൂ. പിന്നെ അതാ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ കാണിക്കും. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് ഐക്കൺസ് മാറ്റാനുള്ള, സാധാരണ ഐക്കൺസ് ഇങ്ങനെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഫോണുകൾ കാണുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കളേഴ്സിലേക്കൊക്കെ ഐക്കൺസിനെ മാറ്റാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ക്യാമറ ഇതില് 50 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ ഉണ്ട്. ആണ് ബാക്ക് ക്യാമറ ഒരെണ്ണം. ഇതെന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോ 50 മെഗാ പിക്സൽ. ഇനിയിപ്പോ ഇതിന്റെ ഒരു ക്വാളിറ്റി, ഓക്കെ, ഇത് ഈ 50 മെഗാ പിക്സലില് എടുത്ത ഫോട്ടോ ആണ്. അപ്പൊ ഇതൊന്നും ഞാൻ അങ്ങനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിനുള്ള ഒന്നുമില്ല ഇത് ആക്ച്വലി. പിന്നെ ഇതിൽ വീഡിയോ 1080p വീഡിയോ ഉണ്ട്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്. അപ്പൊ ഇത് ആർക്കാണ് ഈ ഇത്തരം വില കുറഞ്ഞ ഫോണുകൾ യൂസ്ഫുൾ ആവുകയെന്ന് വെച്ചാല്, നിങ്ങൾ ഒരു ഫീച്ചർ ഫോണിന്ന് ഒരു അപ്ഗ്രേഡ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫസ്റ്റ് ടൈം ഒരു ബയറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. സോ അങ്ങനത്തെ ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. കാരണം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്, തിരക്കടില്ലാത്ത സ്പീഡിൽ ടൈപ്പ് സി ചാർജർ ഉണ്ട്, പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഒക്കെ കൊടുക്കുന്ന സാധാരണ ഒരു ഫോൺ. അത്ര ഇതിലുള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ, ഒന്ന് എനിക്ക് ഇതിൽ നല്ലതായിട്ട് തോന്നിയത് ഇതിന്റെ പ്രൈസ് ആണ്. 4999 എന്നുള്ളത് ഒരു ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ തൊട്ട് മേലെ ഉള്ളത് നമ്മൾ 5999 ടെക്നോന്റെ ഒരു ഫോൺ ഉണ്ട്. അതാണ് ഇപ്പൊ ഞാൻ കണ്ടതിൽ ഏറ്റവും വില കുറഞ്ഞ ഫോൺ. പക്ഷെ അത് 3GB 64 ആയിരുന്നു. ഇത് 4GB 64ന് ഈ പ്രൈസേ വരുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഒരു
അപ്പിയറൻസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. അതൊരു പറ്റ വില കുറഞ്ഞ ഫോണാണ് എന്നൊന്നും തോന്നണമൊന്നുമില്ല. അത് പിന്നെ ഇക്കാലത്ത് എല്ലാ ഫോണുകളും അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ്. പിന്നെ അത് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, അതും നല്ലതാണ്. ക്യാമറയും കുഴപ്പമില്ല, ടു സം എക്സ്റ്റെന്റ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട്. പിന്നെ അത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു സാംസങ്ങിന്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, A06 5G. സാംസങ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടാന്ന് അറിയാം. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഗൂഗിൾ സെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാംസങ്ങിന്റെ ഒരുപാട് മാർക്കറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇത് മൊത്തം നോക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ട് വേണം ഇത് നമ്മൾ ഫസ്റ്റ് നമ്മളെ ഫോൺ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലാകെ ഗൂഗിളിലെ സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. അത് സ്റ്റോക്ക് അടിച്ച് പോയാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാംസങ്ങിൽ ഒരു ഭയങ്കര കണ്ണിങ് ആണ്. അതുപോലെ ശല്യമാണ് മറ്റുള്ള ചൈനീസ് ഫോണുകളിലും കാണാറുള്ളത്. ഞാൻ വേറെ അതിന്റെ വീഡിയോയിൽ പറയാം. അപ്പൊ ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇനി ഇതിന്റെ ഒരു കോൺസ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതൊരു പുതിയ ബ്രാൻഡാണ് AI+ എന്നുള്ള. അപ്പോൾ ഇതിന്റെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഒന്ന് ഇതിന്റെ പൗച്ച് കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കിട്ടും എന്ന് കരുതാം. കാരണം ഞാൻ ഓൾറെഡി Acer Super ZXും Alcatel വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. Alcatel സാധനങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ Acerന്റെ ഒരു സാധനം കിട്ടുന്നില്ല. ഒരു സ്ക്രീൻ ഗാർഡ് പോലും കിട്ടുന്നില്ല. ആമസോണിൽ നിന്ന് ഞാൻ 3 തവണ സ്ക്രീൻ ഗാർഡ് വാങ്ങിച്ചു. 3 തവണയും എനിക്ക് അവർ റീഫണ്ട് ചെയ്തു. കാരണം ഇവിടെ വരുന്നത് വേറെ സാധനമാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇനി ഇതിനുണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അത് ശ്രദ്ധിക്കുക. എന്തായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കുറച്ച് നെഗറ്റീവ്സ് ഞാൻ പറയാം. ഒന്ന്, ഇതില് ഇപ്പൊ ഒരു സ്പീക്കറേ വരുന്നുള്ളൂ. ഇവിടെ സ്പീക്കറും ഇല്ല, നോയിസ് ക്യാൻസലേഷൻ മൈക്കില്ല. അത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നോയിസ് ക്യാൻസലേഷൻ മൈക്കല്ല, സ്പീക്കർ ക്വാളിറ്റി വളരെ ബേസിക് ആയിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാനിപ്പോ ഇതിൽ കുറച്ച് റിംഗ് ടോൺസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു. ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള സൗണ്ട് ഞാൻ കളിച്ചില്ല. ഇത് ഞാനൊരു ഡൗൺലോഡ് ചെയ്ത ഒരു LGന്റെ റിംഗ് ടോൺ ആണ്. ഇത് ഒന്നും അത്ര ലൗഡർ അല്ല, ക്ലിയറും അല്ല. രണ്ടുകൊണ്ടും ഇത് എന്താ പറയാ, നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ഒന്ന്, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വളർന്നില്ല, പക്ഷെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അവർക്ക് ഇവിടെ കൊടുക്കായിരുന്നു. അതാണ് ഞാൻ കണ്ട ഒരു നല്ലതല്ലാത്ത ഒരു കാര്യം. പിന്നെ 4999 ഇത് വെർത്താണ്. 5999 വെർത്താണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. കാരണം 6249 നമുക്ക് സാംസങ്ങിന്റെ F05 M05 ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 250 റുപ്യ കൂടുതൽ കൊടുത്തിട്ട് അതെടുക്കുന്നതല്ല ഇതിലേറെ നല്ലത്. കാരണം ഇതിലേറെ നല്ല ബ്രാൻഡും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. സോ പ്രൈസ് ഇത് 4999 എന്നും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഇത് വാല്യൂ ഫോർ മണി ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു ഫോണ്, ഒരു അറിയപ്പെടാത്ത ഒരു ബ്രാൻഡിന്റെ ഒരു ഫോണ് കൊണ്ടുനടക്കുക എന്നുള്ളത് അത്ര എന്താ പറയാ, അതിലേറെ നല്ലത് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിന്റെ കൊണ്ടുനടക്കുന്നത്. ഞാനത് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്. പിന്നെ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാല്, ഇതിനൊരു നമ്മളെ പഴയ ഏതായിരുന്നു ഇതിന്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളും ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ശരിക്കും ഒരു വില കുറഞ്ഞ ഫോണാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കും. വില കുറഞ്ഞതാണ്, പക്ഷെ ഏതുപോലെയാണെന്ന് വെച്ചാല് നമ്മുടെ റിയൽമി C3 ആ ഒരു കാറ്റഗറിയിലടക്കമുള്ള ഫോൺസ് അല്ലേ, ഒരു മുമ്പ് ഒരു 6000 കിട്ടിയിരുന്നത്, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ലുക്ക് ഇതിന് ആ ലുക്ക് ആൻഡ് ഫീലാണ് എനിക്കിത് തോന്നുന്നത്. കൈ പിടിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു സാധാരണ വില കുറഞ്ഞ ഫോൺ പിടിക്കുന്ന പോലുള്ള ഒരു ഫീൽ അതിനുള്ളൂ. അതൊക്കെയാണ് എനിക്ക് തോന്നിയ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അത്ര അധികമില്ല. പിന്നെ ഇതിൽ മൈക്ക് വരുന്നില്ല. ഇതിന്റെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഈ കാര്യങ്ങൾ തന്നെ ഉള്ളൂ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇത് വാങ്ങിക്കുമ്പോൾ. കാരണം ടെക്നോയില് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇത് 5999 ഇനിയിപ്പോൾ അടുത്ത് വരികയാണെങ്കിൽ ഇപ്പൊ ടെക്നോ കൊടുക്കണം നല്ലത്. കാരണം ഒന്ന് ഇതിലിപ്പോ ഈ നോച്ചാണുള്ളത്, ടെക്നോയിലും മറ്റേ പഞ്ച് ഹോൾ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ 90 Hz ഉള്ള സാധാരണ HD സ്ക്രീൻ ആണ് കേട്ടോ, ഫുൾ HD ഒന്നുമില്ല. ഫുൾ HD കിട്ടാനും പോകുന്നില്ല. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. പക്ഷെ എന്റെ ഒരു ചെറിയൊരു കാഴ്ചപ്പാട് എന്തായിരുന്നു വെച്ചാല്, ഇപ്പോ Alcatel ഇവിടെ വീണ്ടും റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് ഈ മാധവ് സേത്ത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ AI+ എന്നുള്ള ഒരു പുതിയ ബ്രാൻഡ് നെയിം കൊടുത്തിട്ട് ഇത് ഇന്ത്യയിൽ തന്നെ ഇതിന്റെ സെർവേഴ്സ് ആണ്, ഇന്ത്യയിലാണ് ഇതിന്റെ മൊത്തം സെക്യൂരിറ്റി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അതിലേറെ ഒന്നുകൂടി നന്നായിട്ട് തോന്നിയത്, ഇത് ഒന്നും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡിന്റെ ഒരു ലൈസൻസ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. കാരണം കുറച്ചും കൂടി ബ്രാൻഡിനൊരു ഒരു അക്സെപ്റ്റബിലിറ്റി കിട്ടിയിരുന്നു. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ സംഭവം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ
ഇത് പെട്ടെന്ന് അങ്ങനെ ഡിസപ്പിയർ ആയി പോകും. കാരണം ഇത് എവിടെയും ആർക്കും അറിയൂല ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് മറ്റുള്ളതൊന്നും. മറ്റേത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആമസോണിന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ആമസോൺ 10 എന്ന് പറഞ്ഞിട്ട്. ആ സാധനം ഇപ്പൊ എവിടെ ഇല്ല, കാണാൻ പോലും ഇല്ല. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്ന YU എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്, അത് കാണാനില്ല. മൈക്രോമാക്സ് പോയി. മൈക്രോമാക്സ് പിന്നീട് IN എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല, അതും പോയി. അതുപോലെ തന്നെ ജിയോണി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ആ ബ്രാൻഡ് ഇപ്പൊ കാണാനില്ല. കാർബൺ ഉണ്ടായിരുന്നു, കാർബൺ ഇപ്പൊ ചെറിയ ഫോണുകൾ മാത്രമായി. സോളോ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് മാക്സ്, സെൽക്കോണ്, പിന്നെ ഏതായിരുന്നു, പിന്നെ സെന്ന്, ലെമണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോൺ ബ്രാൻഡുകൾ മുമ്പുണ്ടായിരുന്നു. സ്പൈസിന്റെ ഒക്കെ ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊന്നും ഇപ്പൊ എവിടെയും കാണാനില്ല. ഈ അതേപോലെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇതിനെ വരാം. കാരണം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാതെ പോയാൽ ഇത് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. കാരണം ഫോൺ ഇൻഡസ്ട്രിയാണ്, അതിന്റെ ഒരു ഇക്വിലിബ്രിയത്തേക്ക് എത്താൻ തന്നെ കുറെ കാലം പിടിക്കും. അപ്പോൾ എത്രത്തോളം മാർക്കറ്റിൽ നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ അതിലേറെ ഈസി ആയിരുന്നു ഏതെങ്കിലും ഇവിടെ പ്രസൻസ് ഇല്ലാത്തൊരു ബ്രാൻഡിന്റെ ഒരു ലൈസൻസ് കൊണ്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ ഇല്ലാത്ത സാധനത്തിന് വീണ്ടും കൊണ്ടുവന്നിരുന്നെങ്കിൽ. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഈ ഒരു AI+ സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. തിരക്കടില്ലാത്ത ഒരു ഫോണ്, 5000 രൂപക്കുള്ളിൽ ഇതൊക്കെയാണ്. അതിന് മേലോട്ട് പോയിട്ട് വാങ്ങിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അതിനുള്ള ഒരു സംഭവം ഇതിലില്ല.